ஹலோ guys, வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ அதே தான் ஒரு சீரீஸ் பார்த்துட்டு இருக்கோம் நம்ம சேனலில், 1000 குழந்தைகள். ஆமாம். ஸோ இதில் எல்லாம் முடிஞ்சது, எல்லாமே ரிவீல் பண்ணாங்க, உடச்சிட்டாங்க. ஆனால் வந்து பிபின் வந்து ஏன் அப்படி பண்ணுறாரு, பிபின் நீ வந்து பிடிக்கணும், அதுதான் வந்து ரஹ்மானோட டாஸ்க் இப்போ வந்து கொடுத்துருக்காங்க. ஸோ இந்த எபிசோட பேர் என்னன்னு பார்த்தீங்கன்னா ஃபர்ஸ்ட் ஆஃப். ஸோ இன்டர்மிஷன் இதில் வரும்னு அடுத்து ஓகே. இன்னும் என்னது இன்டர்வியூலே போலையா? இன்டர்வியூ கரெக்டாக மிடில் எபிசோடில் இருக்கோமா நம்ம? ஆமாம், கரெக்டாக. அதுக்கே இப்போ தான் ஃபர்ஸ்ட் ஆஃப் போடுறாங்க. இந்த பிபின் இதில் வந்து கொஞ்சம் தெரியும்னு நினைக்கிறேன். ஸோ ஓகே கைஸ், ஸோ நம்ம வந்து ஒரு டிலே பண்ணாமல் போயிடலாம். 1000 Babies எபிசோட் 4 ஃபர்ஸ்ட் ஆஃப் ரியாக்ஷன் போகலாம். മീരയുടെ ആരെങ്കിലും ഉണ്ടോ? இப்போ இவருக்கு டவுட் வந்துடும் உங்களுக்கு. இனிமேட்டு ஏதாவது குழந்தைய பார்த்தாலும் ஐயோ மாற்றிருப்பாங்களோ அப்படின்னு நர்ஸை பார்த்தாரு. எல்லா இடத்துல நர்ஸுக்கான பிரச்சனை இருக்குல்ல. പെൺകുഞ്ഞാണേ. അതെയോ? ദേ നോക്കടാ മോളാ. എത്ര വെപ്രാളം, നിന്റെ കുഞ്ഞിനെ നോക്കടാ കൊരങ്ങ. சாராமச்சியால எவ்வளோ தூரம் வருது. ടെസ്റ്റ് പண்றாரு இந்த ലേഡി வந்து സൈക്കോ ആയി. ഹലോ അജി ഗുരു സാറല്ലേ? അതെ, ആരായിരുന്നു? ഞാൻ വിനോദ് പങ്കയാശൻ. ഇനി ഫീഡ് ചെയ്ത് ഡിവൈഎസ്പി നവാസ് സാറ് പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിനായിട്ട് വിളിച്ചതാ. ஆனால் இன்னொன்று யோசிச்சு பார்த்தியா, அவங்க வந்து 2 பேபி பிறக்கும் போது தான் ஸ்விட்ச் பண்ணியிருக்காங்க. 1000 பேபிஸ் கிட்ட பண்ணியிருக்காங்க. அந்த 2 ஒரே டைமில் 2 ப்ரெக்னென்சி வரதுலாம் அவ்வளோ ரேரு. அப்போ எவ்வளோ நாள் பண்ணியிருப்பாங்க பார்த்துக்காத. ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ എത്തൂ. വീൽ സിദ്ധൻ. അത് മതി സാർ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അജി കുര്യൻ, ANA സ്പെഷ്യൽ ഡെപ്യൂട്ടി ഓഫീസർ. അദ്ദേഹത്തിൻ്റെ ഓഫീസോടെ പുതിയ ബ്ലോക്കിലാണ്. ഈ വഴി പോയിട്ട് റൈറ്റ്. വിനോദ് സാറേ, നിങ്ങൾക്കുള്ളതാ. ഇമേജിൽ അതേ ഫോർമാറ്റിൽ തന്നെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. സർ കുറേ ഉണ്ട്, ഇത് ചെയ്താൽ മതി. ഈ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ സ്ക്രീൻ ചെയ്യേണ്ടത്. സർ അതും സെൻട്രൽ സ്ക്രീൻ ഒഴിച്ച്, അതുകൊണ്ട് പെട്ടെന്ന് വേണം, ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ ഓക്കെ. ഡ്രൈവ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. இவர் கேட்கலான்னு பார்த்தா எழுதி கொடுத்துருக்காரு. நெக்ஸ்ட் இப்போ என்ன தெரியுமா பாஸ்வேர்டாக இருக்கும்? 1000 பேபி. மாட்டினாடா நீ. ப்ளஸ் பேபி ஒரு இது எல்லாத்தையும் யூஸ் பண்ணுவோம். நான் போயிட்டு CBIல சேர்ந்துலான்னு இருக்கிறேன் நான். നിങ്ങളോട് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഈ കേസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റിനെ പറ്റിയാണ്. ഇതിൻ്റെ സീക്രസി. ടീമിലുള്ള മറ്റുള്ളവർക്ക് പോലും നമ്മൾ അസൈൻ ചെയ്യുന്ന ടാസ്കിന് അപ്പുറം ഈ കേസിന് ഒരു ഡീറ്റെയിൽസും അറിയാനുള്ള ഒരു സ്കോപ്പും ഉണ്ടാകരുത്. അവർ കേട്ടത് സ്മോൾ ടീം. അതങ്ങനെയുള്ളൂ സർ. ഈ കേസിന് മറ്റൊരു പ്രത്യേകത, സാറ ചെയ്ത ക്രൈം അതുണ്ട്, പക്ഷേ അതിലേക്കല്ല നമ്മൾ അന്വേഷണം നടത്തുന്നത്. വി ആർ ബിഹൈൻഡ് ബിബിൻ ഔസഫ്. അവനിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. എന്തിനെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം നമുക്കില്ല. ഈ ഇൻവെസ്റ്റിഗേഷനിലൂടെ വേണം നമ്മൾ അതും കണ്ടെത്താൻ. ബിബിൻ മെറിലിന് അയച്ച കത്തുകൾ, തൽക്കാലം അവനിലേക്ക് എത്താൻ നമ്മുടെ കയ്യിലാകെ ഉള്ളത് ആ കത്തുകളാണ്. അതിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങേണ്ടത്. ലെറ്റ്സ് ബിഗിൻ വിത്ത് ദം. ബിബിൻ ഔസഫ് ആൻഡ് രേണുക MS. അതിൽ രേണുക മോഹൻ സ്വാമിനാഥൻ്റെയും രേഖ മോഹൻ്റെയും മകൾ. യഥാർത്ഥത്തിൽ ബിബിൻ്റെ പാരൻസ്. അവരിലേക്ക് എത്താനുള്ള വഴി സാറാമ്മച്ചി തന്നെ നമുക്കായി എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. இப்போதான் கொஞ்சம் வெளியே அவுட்டோர் போனோம். ஏன்டா அப்படி கத்தினே இருக்கிறீங்க? சார். எஸ்
മുഹമ്മദ് അൻസാരി, സബ് ഇൻസ്പെക്ടർ. ആ ജീപ്പ് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ സ്റ്റുഡൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഏയ് അതൊന്നുമല്ല. ഞാൻ വേറൊരു കാര്യം അറിയാനായിട്ടാ. ഇവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ പണ്ട് ലെക്ചറേഴ്സ് ആയിരുന്ന മോഹൻ സ്വാമിനാഥൻ, പിന്നെ പുള്ളിയുടെ വൈഫ് രേഖ മോഹൻ, ഇവരെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് അറിയാനാ. മകളുടെ സ്റ്റഡീസിന്റെ കാര്യത്തിനായിട്ട് രണ്ടുപേരും റിസൈൻ ചെയ്ത് ബാംഗ്ലൂർ പോയി ഫാമിലി ആയിട്ട് സെറ്റിൽ ആയതാ. അവിടെ പോയ പിന്നെ വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല. കുറേ വർഷങ്ങളായിട്ട് തീരെയില്ല. സോ നമ്പരും കയ്യിലില്ല. ചിലപ്പോൾ വീട്ടിലെ ഫോൺ ബുക്കിൽ അവരുടെ പോയ സമയത്തുള്ള അഡ്രസ്സ് ഉണ്ടാവും. എക്സ്ക്യൂസ് മീ, ലൈറ്റർ പ്ലീസ്. ആ മോഹൻ സാർ. സോറി സാർ. സാർ ഞാനും SDCയിലായിരുന്നു, കെമിസ്ട്രി തന്നെ. പേര് മുഹമ്മദ് അൻസാരി. സർപ്രൈസ് ആയി പോയി. ആളെ മനസ്സിലായോ? മോഹൻ സാർ, ഹലോ സാർ. അജിയേട്ടനും SDC സാർ. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞല്ലോ, സന്തോഷം. സാർ രേഖ മിസ് ഇപ്പോൾ എവിടെയാ? സുഖമായിരിക്കുന്നോ മിസ്സിന്? നന്നായിരിക്കുന്നു. ഞങ്ങൾ ദേ ആ അപ്പാർട്ട്മെൻറ്റിലാണ്. ആണോ? സാർ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മാമിനൊന്ന് കാണാൻ പറ്റുമോ? കുറേ വർഷമായില്ലേ കണ്ടിട്ട്. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ എൻ്റെ സാധനം ഒന്ന് എടുത്തോട്ടെ? ഓക്കെ. കുഴപ്പമില്ല വരൂ. ടീച്ചറെ, SD കോളേജിലെ നമ്മുടെ പഴയ സ്റ്റുഡൻസ് ആണ് അജിയും അൻസാരിയും. അതെല്ലേ? മിസ്സിന് ഇവിടെയും കുറേ സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അടുത്ത വീട്ടിലെയാ, സയൻസ് ട്യൂഷന് വരുന്നതാ. വാ നമുക്കൊരു കോഫി കുടിക്കും. ശരി സാർ. അവളുടെ ക്ലാസ് ஹேண்ட்ஸி மிஸ் பார்த்துட்டு யார் ஒரு மாதிரி இருக்குது സാർ. കുട്ടികളൊക്കെ ഇവിടെ ഇപ്പോൾ കുട്ടികളായിട്ട് വേറെ ആരുമില്ല, ഞാനും രേഖയും മാത്രമേ ഉള്ളൂ. അപ്പോൾ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു? சொன்ன மாதிரி இந்த சவுண்ட் எஃபெக்ட்ஸ்லாம் പക്ഷേ കുറച്ചുകൂടെ ബെറ്ററായ എവിടെയെങ്കിലും കയറി കരിയർ ഒന്ന് സ്റ്റേബിൾ ആക്കണം, എന്നിട്ട് കല്യാണം എന്നൊക്കെയായിരുന്നു അവളുടെ പ്ലാൻസ്. 29ാമത്തെ വയസ്സിലാണ് മോള് മരിക്കുന്നത്. കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പേ അവൾ പോയി. സോറി സാർ. ഇറ്റ്സ് ഫൈൻ. 8 വർഷമായിടോ. ഇപ്പം എനിക്ക് അത്ര വലിയ സങ്കടമൊന്നുമില്ല. പക്ഷേ എന്ത് പറ്റിയതായിരുന്നു സാർ? കാർഡിയാക് അറസ്റ്റ്. ഇറ്റ് വാസ് ഓൺ ഹർ ബർത്ത്ഡേ. കൂട്ടുകാരുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതാ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ പെയിൻ ഉണ്ടായി, കുഴഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ അതൊക്കെ വിടും. നിങ്ങളാ കോഫി കുടി. നിങ്ങൾക്ക് ബാംഗ്ലൂർ എന്താ പരിപാടി? സോ വാട്ട് ഡു യു തിങ്ക്? അറിയില്ല സാർ, എന്തോ കുഴപ്പമുണ്ട്, അതുറപ്പാ. ബർത്ത്ഡേ, ഹാർട്ട് അറ്റാക്ക്, ആൻസി സഞ്ജു കേസ് പോലെ തന്നെ ഒരേ പാറ്റേൺ. യെസ്. രേണുക മരിച്ചത് ഒരു പാർട്ടിക്കിടയിലാണ്. ഉറപ്പായും പോലീസ് ഇൻവോൾവ് ആയിട്ടുണ്ടാകണം. സോ ആ മരണം റിപ്പോർട്ട് ചെയ്ത പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് അറിയണം. ഡു ഇറ്റ് ഫാസ്റ്റ്. യെസ് സാർ. இவங்களுக்கு நான் மட்டும் தான் பயனாக இருக்கணும் அப்படின்னு சொல்லிட்டாரா? இல்லைடா, அவர் அந்த லிஸ்ட்டில் இருக்க எல்லாரையும் சாவடிச்சிட்டார். ஏன் எல்லாரையும் சாவடிக்கணும்? ஸ்விட்சிங் இஸ் ஓகே, அது அவங்க பர்சனல் ப்ராப்ளம்னு வச்சுக்கோங்க. ஏன் பிபின் சாவடிக்கிறாரு தெரியல. ಗೊತ್ತು. ವೆರಿ ಗುಡ್ ಫಾದರ್ ಆಫೀಸರ್. ಈ ಕೇಸ್ ನಡೆಯೋ ಸಮಯದಲ್ಲಿ ನಾನು ಇಲ್ಲ ಇಲ್ಲಿ. ನಾನು ಗೊತ್ತಲ್ವಾ ನಿಮಗೆ? அட்டாக் பண்ணுறாங்க. ಎಲ್ಲ ಒಂದು ಎಸ್ಐ ನಾನು ನಿಮಗೆ ವ್ಯವಸ್ಥೆ ಮಾಡಿ ಕೊಡ್ತೀನಿ. ಅವ್ರು ನಮಗೆ ಅಸಿಸ್ಟ್ ಮಾಡ್ತಾರೆ. ನಿಮ್ಗೆ ಬೇಕಾದ್ರೆ ಹೆಲ್ಪ್ ಎಲ್ಲ ಅವ್ರು ಮಾಡಿಕೊಡ್ತಾರೆ. സർ ಇಮಾಮ್ ಮಾತ್ರ ಬರೋಕ್ಕೆ ಹೇಳಿ ಇಲ್ಲಿ. സർ താങ്ക്സ്. രേണുക മോഹൻ, ഡോട്ടർ ഓഫ് മോഹൻ സ്വാമിനാഥൻ ಆ್ಯಂಡ್ ರೇಖಾ ಮೋಹನ್. ಸರ್ ಇದೊಂದು ಅನ್ಸೋಲ್ಡ್ ಕೇಸ್ ಅಲ್ವಾ? ಆದರೆ ಇದು ಹಾರ್ಟ್ ಅಟ್ಯಾಕ್ ಅಲ್ವಲ್ಲ, ಡ್ರಗ್ ಓವರ್ ಡೋಸ್ ಇದು. ವಾಟ್? ಖಂಡಿತವಾಗಲ್ಲ. ಹೌದು ಸರ್, ಮೆಥಾಂಫೆಟಮೈನ್ ಓವರ್ ಡೋಸ್ ಇದು. FIRಲೂ ಅದೇ ಇರೋದು. வாட்டர் வைட்டமின். ರೇಣುಕಾ ಫ್ರೆಂಡ್ಸು ಅವ್ರನ್ನ ಅನ್ಕಾನ್ಷಿಯಸ್ ಆಗಿ ನೋಡಿದ್ರು. ಸೊ ಅವ್ರ ಫ್ರೆಂಡ್ಸೇ ಪೊಲೀಸಿಗೆ ಕಾಲ್ ಮಾಡಿ ಇನ್ಫಾರ್ಮ್ ಮಾಡಿದ್ರು. ಆದರೆ ಪೊಲೀಸ್ ಬರೋದೊಳಗೆ ಸಾವು ಸಂಭವಿಸಿತ್ತು. ಅದೇ ಕಾರಂತ ಅವರು ಉಪಯೋಗಿಸಿದ ಬಾಕಿ ಅಂತ ಅನುಮಾನ ಇರೋ 16.8 ಹೈಲಿ ಕಾನ್ಸಂಟ್ರೇಟೆಡ್ ಮೆಥಾಂಫೆಟಮೈನ್ ಸಿಕ್ಕಿತ್ತು. ಅವಾಗ ಆಫೀಸರ್ ಯಾರಿದ್ದರು? ನಿತ್ಯ ಮುತ್ತಯ್ಯ, ಅವಾಗಿನ ಕ್ರೈಮ್ ACP. ಇಫ್ ಐ ಆಮ್ ಕರೆಕ್ಟ್, ಇವಾಗ ತುಮಕೂರು AC. ನೀವು ಬನ್ನಿ சொன்னோம் அப்படிங்கிறாங்க. ಪ್ಲೀಸ್.
ஏசி தம்பி ಸಾರಿ ಫಾರ್ ಮೇಕಿಂಗ್ ಯು ಗೈಸ್ ವೇಟ್. ನಾವಲ್ವಾ ಮೇಡಮ್ ಸಾರಿ ಹೇಳಬೇಕಿರೋದು. ನಮ್ಮಿಂದ ನಿಮಗೆ ತೊಂದರೆ ಆಯಿತು. ರಿಯಲಿ ಸಾರಿ. ಇಟ್ಸ್ ಓಕೆ. ಕನ್ನಡ ಗೊತ್ತಾ? ಗೊತ್ತು ಮ್ಯಾಮ್, ಸ್ವಲ್ಪ ಸ್ವಲ್ಪ. ಸೊ ಕಮಿಂಗ್ ಟು ದ ಪಾಯಿಂಟ್, ಫೋನ್ನಲ್ಲಿ ಬ್ರೀಫ್ ಮಾಡಿದಾಗಲೇ ಕೇಸ್ ಬಗ್ಗೆ ನನ್ನ ಯಾಕೆ ಬಂತು. ಇವಾಗ ಇದು ತುಂಬ ಕಾಮನ್. ಅಟ್ ದಟ್ ಟೈಮ್ ಕ್ರಿಸ್ಟಲ್ ಮೆತ್ ವಾಸ್ ಅ ರೇರಿಟಿ, ದಟ್ ಟು ಡೆಡ್ಲಿ ಲೆವೆಲ್ ಕಾನ್ಸಂಟ್ರೇಟೆಡ್. ಈ ಕೇಸ್ ಇನ್ನೂ ಕ್ಲೋಸ್ ಆಗಿಲ್ಲ. ಭಾಳ ಸೆನ್ಸೇಷನಲ್ ಆಗಬೇಕಾಗಿರೋ ಕೇಸು. ಇಫ್ ಇಟ್ ವಾಸಂಟ್ ಫಾರ್ ಅವರ್ ಪೇರೆಂಟ್ಸ್. ಆ ಹುಡುಗಿ ತಂದೆ ತಾಯಿ ಪ್ರೊಫೆಸರ್ಸ್ ತುಂಬ ಜನ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆ ದಾರಿ ತೋರಿಸ್ಕೊಟ್ಟಿದ್ದಾರೆ. ಆದರೆ ಅವ್ರ ಮಗಳ ವಿಷಯ ಹೀಗಾಯಿತು. ಸೊ ವಿ ಕೆಪ್ ದಿಸ್ ಡ್ರಗ್ ಇನ್ವಾಲ್ವ್ಮೆಂಟ್ ಅ ಸೀಕ್ರೆಟ್. ಅದು ಅಲ್ಲ, ಇಂಥ ಒಂದು ಸಬ್ಸ್ಟೆನ್ಸ್ ಕೇಸ್ನಲ್ಲಿ ಇನ್ವಾಲ್ವ್ ಆಗಿದೆ ಅಂತ ಜನಕ್ಕೆ ಗೊತ್ತಾದರೆ ಜನರು ಅದನ್ನು ತಗೊಳ್ಬೇಕು, ಟ್ರೈ ಮಾಡಬೇಕು ಅಂತ ಅನಿಸುತ್ತೆ. ಅವತ್ತಿನ ಪಾರ್ಟಿಯಲ್ಲಿ ಬಂದಿರೋರು ಎನಿಥಿಂಗ್ ಫ್ರಮ್ ದೆಮ್? ನಥಿಂಗ್. ಅವತ್ತು ತುಂಬ ಕಷ್ಟಪಟ್ಟು ಎಲ್ಲರನ್ನೂ ಟೆಸ್ಟ್ ಮಾಡಿದ್ವಿ. ಎವ್ರಿ ಒನ್ ಕೇಮ್ ಔಟ್ ಕ್ಲೀನ್. ಫೋನಿಂದ ಲೀಸ್ ಏನು ಸಿಗ್ಲಿಲ್ವಾ? ಅದು ಕ್ಲೀನ್. ಈ ಥರ ಒಂದು ಸಬ್ಸ್ಟೆನ್ಸ್ ಸ್ಕೋರಿಂಗ್ ರಿಲೇಟೆಡ್ ಆಗಿ ನೋ ಕಾಲ್ಸ್, ನೋ ಮೆಸೇಜಸ್. ಓಕೆ, ಇಫ್ ಐ ಮೇ ಆಸ್ಕ್ ಯು, ಕೇರಳ ಪೊಲೀಸ್ಗೆ ಈ ಕೇಸಲ್ಲಿ ಇಷ್ಟೊಂದು ಇಂಟ್ರೆಸ್ಟ್? ಆ್ಯಕ್ಚುಲಿ ವಿ ಆರ್ ಫ್ರಮ್ ANI ಮ್ಯಾಮ್. ಕೊಚ್ಚಿನಲ್ಲಿ ನಡೆದಿರುವ ಒಂದು ಟ್ರಕ್ ಬಸ್ಟ್, ಅದರಲ್ಲಿ ಇರುವ ಕೇರಳ ಒಂದು ಲೀಡ್ಸ್ ಈ ಕೇಸಿಗೆ ಕನೆಕ್ಟ್ ಐತೆ. ದ್ಯಾಟ್ಸ್ ಇಟ್. ಓ ಐ ಸಿ. ನಿಮ್ಮ ನೆಕ್ಸ್ಟ್ ಸ್ಟೆಪ್ ಏನು? ಅವತ್ತಿನ ಪಾರ್ಟಿಯಲ್ಲಿ ಟೆಸ್ಟಿಫೈ ಮಾಡಿರುವ ರೇಣುಕಾ ಅವರು ಫ್ರೆಂಡ್ಸ್ ಅನ್ನು ಅಟ್ಲೀಸ್ಟ್ ಮೀಟ್ ಮಾಡಬಹುದಾ? ನಮಗೆ ಗೊತ್ತಿರೋಂಬರು ಅವ್ರ ಜೊತೆ ಯಾವುದಾದ್ರು ರೀತಿಯಲ್ಲಿ ಕನೆಕ್ಟ್ ಆಯಿತೆ ಅಂತ ಗೊತ್ತಿಗಬೇಕು. ಜಸ್ಟ್ ಎ ಕ್ಯಾಶುವಲ್ ಮೀಟಿಂಗ್. ಓಕೆ, ಮೀಟ್ ದೆಮ್. ಅವರೊಂದು ಮಲ್ಲೋ ಗ್ಯಾಂಗ್, ಮೋಸ್ಟ್ಲಿ ಕೊಲೀಗ್ಸ್. எங்கள் படத்தில் நாங்கள் அதெல்லாம் வச்சு விட மாட்டோம். ಅವ್ರಿಗೆ ಬೇಕಾಗಿರೋದೆಲ್ಲ ಮಾಡಿಕೊಡಿ. ಥ್ಯಾಂಕ್ ಯು ಮ್ಯಾಮ್. ಒನ್ಸ್ ಅಗೇನ್ ಸಾರಿ ಫಾರ್ ದ ಟ್ರಬಲ್. ಕಮ್ ಆನ್ ಮ್ಯಾನ್, ಇಟ್ಸ್ ಮೈ ಡ್ಯೂಟಿ. ಗುಡ್ ಲಕ್ ವಿತ್ ಯರ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್. നവീൻ പവിത്രൻ, ഇസാഹക് അഹമ്മദ് ആൻഡ് അമൃത അയ്യപ്പൻ. നിങ്ങൾ ടോട്ടലി റിലാക്സ്ഡ് ആയിക്കോളൂ. ഇത് പോലീസ് ഇൻ്റർഗ്രേഷൻ ഒന്നുമല്ല. ഓക്കെ? രേണുക, നിങ്ങളുടെ ഫ്രണ്ട്, അവരെ പറ്റി ചില കാര്യങ്ങൾ അറിയാനുണ്ട്. സ്ട്രിക്ട്ലി ഓഫ് ദ റെക്കോർഡ്. കുഴപ്പമില്ല സാർ, ചോദിച്ചോളൂ. ഈ രേണുക്കയുടെ ഓട്ടോപ്സിയിൽ ഒരു റിമാർക്ക്, രേണുക ഒരു ആക്റ്റീവ് അഡിക്റ്റ് ആയിരുന്നു എന്നാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫ്രണ്ട്സിനും അതറിയണമല്ലോ, റൈറ്റ്? സാർ, രേണുക ഞങ്ങളുടെ ഒരു സ്റ്റാഫ് മാത്രമായിരുന്നില്ല. വി വർ ഓൾ ബാച്ച്മേറ്റ്സ് ഇവിടെ AMCയിൽ. അന്നോട്ടെ ശരിക്കും പറഞ്ഞാൽ കമ്പനി ആവുന്ന സമയം മുതലേ അവള് ജോയിൻറ്റ് വലിക്കും. പഠിക്കാനൊക്കെ കുറച്ച് മോശമായിരുന്നു, ബട്ട് ഷി വാസ് ഗുഡ് വിത്ത് പീപ്പിൾ. അതുകൊണ്ട് ഞങ്ങൾ കമ്പനിയുടെ മാർക്കറ്റിംഗ് എല്ലാം അവളെയാണ് ഏൽപ്പിച്ചിരുന്നത്. പിന്നെ കുടിയും വലിയും പരിപാടികളൊക്കെ ആയിട്ട് അന്ന് മുതലേ എപ്പോഴും ഉണ്ടായിരുന്നു. രേണുക്കയുടെ പാരൻസിന് ഇതൊന്നും അറിയില്ലായിരുന്നോ? അവരോടൊക്കെ അവൾ ഭയങ്കര റൂഡായിരുന്നു സർ. ഇപ്പം ഞങ്ങൾ തന്നെ എങ്ങാനും വീട്ടിൽ പോകേണ്ടി വന്ന മൂഡ് ഓഫ് ആയി പോകും. അത്ര മോശമായിട്ടായിരുന്നു അവൾ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ബിബിൻ, രേണുക പറഞ്ഞോ അല്ലാതെയോ ആ പേരിൽ ആരെങ്കിലും അറിയാം? മലയാളിയാണ്? ഇല്ല സർ, അങ്ങനെ ആരും ഓർക്കുന്നില്ല. வக்காண்டாலே பேசுவாங்க. ഇതാണ് ബിബിൻ. സാർ, ഇത് ബിബിൻ. എന്ത് പറ്റി? സാറേ, ഇത് ബിബിനല്ല, ഹർഷൻ. ഞങ്ങളുടെ മുന്നേ കമ്പനിയിലുണ്ടായിരുന്നതാ. ഇന്ന് രാത്രിയിലെ ആ പ്രോഗ്രാമിന് ഹർഷൻ ഉണ്ടായിരുന്നു. രേണുക മരിച്ച நானவநிலை படம் மாதிரி பண்ணி நானவநிலை படம். ശ്യാം പ്രസാദ്. ഈ ഹർഷനും രേണുക്കും തമ്മിൽ എങ്ങനെയായിരുന്നു? വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഇൻഫാക്ട് കൂടെ പഠിച്ച വർഷങ്ങളെ അറിയുന്ന ഞങ്ങളെക്കാൾ അവർ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. ഓക്കേ സർ, ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. ഐ സെൻഡ് യു ദ കൊട്ടേഷൻ ബൈ. ഷുവർ, താങ്ക് യു. ദാ കോപ്പേ, നിന്റെ വിസ്താര പോക്കില്ലേ ഡീൽ. വാവ്, നീ ആദ്യം പറഞ്ഞ റേറ്റില്ലേ, നീ അതിലൊരു കൊട്ടേഷൻ അയച്ചു കൊടുക്കും. അതിന് എന്റെ പരട്ട ഗോൾഡ് കാര് വലിക്കാനാ. ലൈറ്റ്സ് ഉണ്ട്, വേണമെങ്കിൽ ഒരെണ്ണം തരാം, പക്ഷെ നീ ചോദിക്കണം. മോനെ സാക്കെ, ഈ ജോയിന്റും ഗോൾസും ഒക്കെ പറയുന്നത് കൂമ്പൂടുന്നവർക്ക് പറ്റിയതാ. മോനെ പോലെ பொண்ணுக்கு பெட்டர் ஃபியூச்சர் அண்ட் எஜுகேஷனுக்காக நாங்கள் பெங்களூர் போயிட்டோம். பெங்களூர் போய் യു ഹാഡ് വൺ ജോബ്. ഹേ, ഗോൾഡ് എൻ്റെ കയ്യിലുണ്ട്. ഏയ് ബിബിൻ വയസ്സ് அதான் அவரே தான்.
നീയും കോൾഡാ? എന്താ എന്നാ വാ നമുക്ക് ഓരോന്ന് കത്തിക്കാം. ചാലോ ബാൽക്കണി. செம்ம வேரியேஷன்ல பையன் பெங்களூர்ல ആ ലാസ്റ്റ് വർക്ക് എത്ര കഷ്ടപ്പെട്ട് ഞാൻ സെറ്റ് ചെയ്തറിയോ. അതെനിക്ക് ഇങ്ങനെ സിഗരറ്റും കൂടി ഇല്ലാത്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കോ. താങ്ക് യു. അമ്മ നിങ്ങളുടെ 14 പ്രാവശ്യം പറഞ്ഞിട്ട് എന്നോട് എന്റെ റൂമിൽ കയറി ഡ്രസ് വാഷിന് ഇടരുതെന്ന്. പിന്നെ ചെയ്യുന്നേ അമ്മ ഞാൻ നിങ്ങളുടെ ചോദിക്കുന്ന இப்போ பிபினோட அம்மா தான் அவங்களா? ഇതിനാലേ കൊണ്ടു പോകണം. ഹി വാസ് വെരി സ്വീറ്റ്. എല്ലാവരോടും വലിയ സ്നേഹം, നല്ല ഹെൽപ്പിംഗ് ആണ്. പിന്നെ എന്തിനും കൂടെ നിൽക്കും. ആൻറ്റിയോടും അങ്കിളിനോടും വലിയ സ്നേഹമായിരുന്നു അവർക്ക് തിരിച്ചും. അവൻ കൂളാക്കിയാൽ ഏത് കലിപ്പ് സിറ്റുവേഷനിലും അവൾ കൂളാവുമായിരുന്നു. പക്ഷേ അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒന്നും ആയിരുന്നില്ല. അവനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ, അത് തന്നെയുള്ളൂ. അന്ന് ആ പാർട്ടി അങ്ങനെ ഒരു സ്ഥലത്ത് നടത്താൻ എന്തായിരുന്നു കാരണം? വൈ നോട്ട് സം ക്ലബ് ഓർ ബാർ? കമ്പനിയുടെ ആരുടെയെങ്കിലും പിറന്നാളോ പരിപാടികളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേ അടിച്ചൊരു പ്രോഗ്രാം സാധാരണ വഴിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ബുക്ക് ചെയ്യുന്നത്. അവൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ റെഫറൻസിലാണ് ഞങ്ങൾ അവിടെ ഫസ്റ്റ് ടൈം എത്തുന്നത്. പിന്നെ പബ്ബിലും ബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ രേണുക ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു വള്ളി പിടിക്കും. അന്ന് പാർട്ടി ഹർഷനും രേണുകയും തമ്മിൽ എന്തെങ്കിലും അൺയൂഷ്വലായി നടന്നതായി ഓർക്കുന്നുണ്ടോ? 2014 சொன்னாங்க. 12 14 இப்போ கம்மி இல்லை சிசிடிவிலாம் அவ்வளோ கிடையாது. அதான் சொல்லியிருந்தாங்கல்ல இப்போ அந்த ஹோட்டல்லையும் வந்து சிசிடிவி கேமரா அந்த அளவுக்கு கிடையாது. பிபின் தானே சரியான சேஞ்ச் வர்றான். பெங்களூர் லைஃபா எத்தனடா ஜிடியில் வர பாட்டி மாரி ஆடுமா ஆடு. இன்னைக்கு பிறந்தியா அன்னைக்கு சாப்பிடணும். நம்மளதான் ஆடிய ஆட்டு ஒரே சரு குழு. രേണു ഇല്ല അവളോട് പോയി. അവിടെ ഇല്ല, ബാത്റൂമിൽ നോക്ക്. ഫോൺ എടുക്കുന്നില്ല. ഈ നേരത്തെ ഇത് എവിടെ പോയതാ? നോക്കിയടാ, നീ അവിടെ നോക്ക്. വാ, ഇവിടെ ഉണ്ട്. കാര്യം രേണു രേണു പോലീസിനെ വിളിക്കും. டோர் ஓப்பன் பண்ணிட்டாங்களா? லைட் எப்படி இருக்கு? വലിച്ച ബാക്കിയുള്ള ജോയിന്റ് കുറ്റിക്കുറത്ത് ഫ്ലഷ് ചെയ്തേ. വേഗം ചെല്ലടാ. വൺ ലാസ്റ്റ് ഫൈനൽ തിങ്. രേണുകയുടെ മരണത്തിന് ശേഷം ഹർഷൻ എന്ത് സംഭവിച്ചു? കേസിന്റെ ആദ്യത്തെ ബഹളമൊക്കെ കഴിഞ്ഞ് 1-2 മാസത്തിനകത്ത് അയാൾ റെസിഗ്നേഷൻ തന്നു. രേണുകയുടെ മരണം അയാളെ നന്നായിട്ട് എഫക്ട് ചെയ്ത പോലെ തോന്നിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കോണ്ടാക്ട് തീരെ ഇല്ലാണ്ടായി. പിന്നെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഡൗട്ട് പ്രോപ്പറാ പേപ്പർ 2 മാസം പേപ്പർ ഇവിടെ ടെക് സിറ്റിയുടെ അടുത്തൊരു സ്ട്രീറ്റിലാണ് സാർ. ഇവിടെ ഈ ബിൽഡിങ്ങിലായിരുന്നു. ಪಾಪದ ಹುಡುಗ ಅವನು ಯಾರೊಬ್ಬರಿಗೂ ಒಂದೇ ಒಂದು ತೊಂದರೆನೂ ಕೊಟ್ಟಿಲ್ಲ. ಇದೇ ಅವನು ಮಾಡಿದ ದೊಡ್ಡ ತೊಂದರೆ. ಬನ್ನಿ.
ಬನ್ನಿ. ಆದರೂ ಅವನು ತುಂಬ ಒಳ್ಳೆಯವನೇ. ಅವನು ಪ್ರತಿ ತಿಂಗಳು ಬಾಡಿಗೆನ ಕರೆಕ್ಟಾಗಿ ನನ್ನ ಅಕೌಂಟ್ಗೆ ಟ್ರಾನ್ಸ್ಫರ್ ಮಾಡ್ತಾ ಇದ್ದ. ತಗೊಂಡೋಗಿದ್ದ ಬೀಗದ ಕೈನ ಕೊರಿಯರ್ನಲ್ಲಿ ಕಳಿಸ್ದ. ಟಾಯ್ಲೆಟ್ ಏನೋ ಬ್ಲಾಕ್ ಆಗಿತ್ತು ಅಂತ ಅದಕ್ಕೂ ಎಕ್ಸ್ಟ್ರಾ ದುಡ್ಡು ಸೇರಿಸಿ ನನ್ನ ಅಕೌಂಟ್ಗೆ ಟ್ರಾನ್ಸ್ಫರ್ ಮಾಡ್ದ. ಹರ್ಷ ನಮಗೆಲ್ಲ ತುಂಬ ಮರ್ಯಾದೆ ಕೊಡ್ತಾ ಇದ್ದ. ಅದಕ್ಕೆ ನಾನು ಅವನು ಬಿಟ್ಟೋಗಿರೋ ಅವನ ಎಲ್ಲ ವಸ್ತುಗಳನ್ನೂ ಜೋಪಾನವಾಗಿ ಇಟ್ಟಿದ್ದೀನಿ. ಅವನು ಹೋಗಿ குக் பண்ணிக்கிறாரு வீட்லயே. ವರ್ಷ ಆಯಿತು. ಇರಲಿ, ಅವನು ಬರೋವರೆಗೂ ಅಥವಾ ನಾನು ಸಾಯೋವರೆಗೂ ಆಲ್ ದೀಸ್ ಥಿಂಗ್ಸ್ ವಿಲ್ ಬಿ ಹಿಯರ್ ಓನ್ಲಿ. சீஸ் பண்ணுப்பா எல்லாத்தையும். எதுக்கு இதெல்லாம் விட்டு போனாங்க? ബിബിൻ കൊന്നതാണ് റേണുക്ക് പ്ലാൻ ചെയ്തു. ആ പ്ലാൻ അക്യുറേറ്റായി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഈ കില്ല. അതിന് കാരണം സാറയാണ്. പക്ഷേ രണ്ടാമത്തെ കത്തിൽ റെഡിങ്കിൽ നോട്ട് ചെയ്തിരിക്കുന്ന ദേവനെ അവൻ എന്തിനാകും കൊന്നിട്ടുണ്ടാവുക? അത് കണ്ടെത്തുമ്പോൾ നമ്മൾ ബിബിനെ അറിയും. സാറ അമ്മച്ചിയുടെ നിഴലിന് വരാനനുസരിച്ച് ജീവിച്ച ബിബിൻ ഔസഫ് അവൻ ഇന്ന് ആരാണെന്നും അവൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും അറിയും. ഒരു പക്ഷേ ഇനിയും കൂടുതൽ മരണങ്ങളുണ്ടെന്നറിയും. 6 வருஷத்துக்கு முன்னாடி இது. ஸோ 6 வருஷத்துல அவன் எவ்வளோ பண்ணிக்கிறான்னு வேறு தெரியாதுல்ல. சி எதுக்கு அப்படி ஃபோக்கஸ் ஷிஃப்ட் ஆகி வேற ஒருத்தர் ஷர்ட்டுக்கு போச்சு. யோசிச்சு பிபின் பின்னாடி 2 வீலர் வந்துங்கிறாராம் ஃபாலோ பண்ணி. ஸோ எபிசோட் 4 ஃபர்ஸ்ட் ஆஃப் இல்லை கரெக்டாக வச்சுக்கிறாங்க பேர். ஸ்டார்ட் ஆகும்போதே ஒரு இது வச்சாங்க பாரு, குழந்தை பொண்ணு வந்து இது ரகுமான் அவரு பாப்பாவை பார்த்து சிரிக்கிறாரு. நர்ஸை பார்த்து செம்மையா இருந்தது அது. அது செம்ம அப்படி ஒரு கதையை கேட்டு வந்திருக்கேன். எனக்கு குழந்தை பிறந்திருக்கு. இல்லை நர்ஸை பார்க்குறது என்ன நொட்டோரியஸாக இருக்கா லுக்கு அப்படின்னு பார்க்குறாரு. இல்லை அவர் சொல்கிறாரு, அவங்க அம்மா சொன்னாங்க, ஏய் பாப்பாவை பார்த்து கொஞ்சடா அப்படின்னு சிரிச்சுட்டு நர்ஸை ஒரு முறை விட்டாரு. இரு ஃபர்ஸ்ட் அது ஏன் குழந்தையான்னு தெரியும். அப்புறம் மறுபடியும் சிரிச்சு பாப்பா பார்த்து இன்னொரு கூட்டு மியூசிக் நல்லா போட்டுருந்தாங்க. செம்மடா. இப்பதான் வந்து அதான் எனக்கு ஒன்னே ஒன்றுதான் புரியல. எது ஸ்டோரியோட கோருக்கு போயிருக்கு. ஒன்னே ஒன்னா பிபின் வந்து ஓகே அவர் வந்து அவரும் ஸ்விட்ச் ஆன சைல்டுன்னு தெரிஞ்சிச்சு. ஓகேவா? ஆனா எதுக்கு வந்து கொல்லணும்? இப்போ ரேணுகாவை கொல்றது கூட ஓகே, அவங்க அம்மா பயாலஜிக்கல் மதரை வந்து திட்டுறா, இவ்வளவு எதுக்கு நான் உண்ணும் நான் கொண்டு ஃபர்ஸ்ட் கொல்லன்னு கூட வச்சுக்கோங்க. ஏன் மற்றவங்க எல்லாரையும் கொல்லணும்? இப்போ காமெடி என்னன்னா, இப்போ ஒரு பையன் தெரிஞ்சிச்சுன்னா அவங்க அப்பா ஷாக் ஆகிடுவார்ல. ஸோ பார்ப்போம். நம்ம இது ஃபர்ஸ்ட் ஆஃப் போயிருக்கு வந்து கொஞ்சம் ஒரு மர்டர் காமிச்சது பெங்களூர்ல மர்டர். பிபின் பார்த்துட்டு ரொம்ப நாள் கழிச்சு. ஆமா, அதுவும் இல்லாம இன்னொரு ஐடென்டிட்டில இருந்திருக்காரு ஹர்ஷா. இல்ல அது பரத் சொன்ன மாதிரி 6 இயர்ஸ்க்கு முன்னாடி இது. அப்போ அந்த 6 வருஷத்துல இன்னும் எவ்வளவு இருக்குதுன்னு தெரியல. ஒரு ஊர்ல ஒரு ஐடென்டிட்டி. அவங்க அம்மாவும் ஒரு 5-6 வருஷத்துல இந்த மேட்டர்லாம் பண்ணுச்சு. ஸோ பையனும் 5-6 வருஷத்துல என்னென்ன பண்ணியிருக்காருன்னு நமக்கு தெரியும். ரீசன் தான் எதுக்கு ரீசன் தான் தெரியல. ஏன் இந்த ரீசன் அவர் வந்து அவ்வளோ வேணா அந்த யார் அந்த லேப்ல வேலை செஞ்ச பொண்ணு சொல்ல முடியாது, ரொம்ப நல்ல ஒரு இன்ட்ரோவர்ட் எல்லாம் அப்படி இருந்த பர்சனு இப்படி ஆத்துக்கான ரீசன் என்ன? பாரு, ஹவுஸ் ஓனர் கூட அவரை பத்தி நல்ல இதுதான் சொல்றாங்க. அந்த அளவுக்கு அங்க பண்ணிட்டு போயிருக்காரு. ஒரே மிஸ்டேக்கு செட்டப் குப்பிக்கலாம். அந்த பொண்ணுக்கு இது பண்ணிட்டாரு, ட்ரக் ஏத்திட்டு அதுக்கப்புறம் இவரா குக் பண்ணி சம்திங் ஏதோ பண்ணிருக்காரு, ஆட் பண்ணிருக்காரு. ஏன்னா அந்த ஸ்டார்டிங் அந்த போலீஸ் ஏசி சொன்னாங்கல்ல, இந்த லெவல் கான்சன்ட்ரேஷன் ட்ரக் வந்து அந்த டைம்ல இல்ல, இருந்தது பட் இந்த லெவல் கான்சன்ட்ரேஷன் அந்த டைம்ல கிடையாது. பியூரா குக் பண்ணிருக்காரு. நீங்க இவரா என்ன பண்ணிக்கலாம், ஒரு ஆர்வில பண்ணியிருந்தாலும் ஓட்டு போயிருக்கலாம். அது தப்பு. அந்த டைம்ல இருந்தாரு ஒருத்தர். ஆமா, 2014ல இருந்தாரு ஒருத்தர். அது ஒன்று. இன்னொன்று என்னன்னா, இப்போ இந்த ரேணுகா வந்து செத்த போது ஒரு லெட்டர் ஒன்று அமைச்சிருக்காருல அந்த லேப் டெக்னீஷியனுக்கு கூட வேலை செஞ்சு கூட வந்து டெவன்னையும் ஒருத்தனை அமைச்சிருக்காரு, அந்த கிராஸ் மாதிரி போட்டு அந்த ஈக்குவல் டு மாதிரி போட்டு. அவனுக்கு என்ன ஆச்சுன்னு கண்டுபிடிக்கும். அதுதான் வந்து இன்டர்மிஷன் இருக்கும். ஏன்னா எனக்கு தெரிஞ்சு இதை வந்து நம்ம ஒரே சிட்டிங்ல உட்காந்து பார்த்தோம்னா இது வேற லெவலில் இருக்கும். எல்லா எபிசோடும் ஒரே செத்துருவோம். 8 ஹவர் அது மட்டும் தான். அது மட்டும் பார்க்குற மாதிரினா பார்க்கலாம். நல்லா இருந்தது.
ஃபர்ஸ்ட் ஹாஃப் முடிச்சிட்டோம். ஸோ 3 எபிசோட்ஸ் இருக்குது. 1 மந்த் நம்ம இல்லையே ட்ராவல் பண்ணியிருக்கோம். ஸோ இன்னும் பாதி மந்த் இருக்கு. சீக்கிரமா முடிங்கன்னு சொல்றாங்க. இதுக்கு முன்னாடி எங்க சீரிஸ் நீங்க பாத்துருக்கீங்களா இல்லையா? சீரிஸ் ரியாக்ஷன்லாம் நாங்க ஒன் வீக் ஒரு வீடியோ, இப்பயா ரேராதான் 2 வீடியோ போடுறோம். யோசிச்சு பாரு, ஹாஸ்பிட்டல் போகிறதுக்கு ஒரு பயம் ஆயிடுச்சு, அப்புறம் ஆஃபீஸ் போகிறதுக்கு ஒரு பயம் ஆயிடுச்சு. என்னடா இப்படி பண்றீங்க நீங்க? எங்கேயும் போகக்கூடாதா? வீட்டில் இருந்தவர இன்ட்ரோவர்ட்டு லோன்லி சைக்கோன்றீங்க. ஸோ ஓகே கேஸ், நம்ம இன்னொரு வீடியோவில் இன்னொரு 1000 பேபிஸ் எபிசோட் பார்க்கலாம். சரி, வெற்றி பாரத் சைனிங் ஆஃப். பிபின் எங்கெல்லாம் போனாங்க?